കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കേരള കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷേ ഇത്തവണ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളില്ല. പക്ഷേ കേരള കോൺഗ്രസും തമ്മിൽ വലിയ അകൽച്ചയിലുമാണ്. ഇതാണ് വ്യത്യാസം. വി എൻ വാസവനെ കുറച്ച് കാണാൻ പറ്റില്ല. അവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് വി എൻ വാസവൻ ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. പിന്നെ മാത്രമല്ല വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഗ്രാസ് ലെവലിൽ ബന്ധങ്ങളുള്ള ആളാണ്. എൻ ജയരാജ് സാറിനെ പോലെയുള്ള ഒരാളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയൊന്നും അല്ല ഇപ്രാവശ്യം കാഞ്ഞിരപ്പള്ളിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റുമാനൂരിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. രാജേട്ടാ നമസ്കാരം. രാജേട്ടാ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. ഇനി അധികം ദിവസമൊന്നുമില്ല. ഈസ്റ്ററും ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികളും അതിതീവ്രമായ പരിശ്രമത്തിലാണ് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരും കാഞ്ഞിരപ്പള്ളിയും. ഈ രണ്ട് മണ്ഡലങ്ങളും LDFന്റെ സിറ്റിംഗ് MLA തന്നെ വീണ്ടും മത്സരിക്കുന്നത്. അതിൽ ഏറ്റുമാനൊരു മന്ത്രി VN വാസവൻ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം CPM തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഖാവ് കൂടിയാണ്, രണ്ടാമൻ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ജനസ്വീകാര്യത ഉള്ള ഒരു വ്യക്തി തന്നെയാണ് VN വാസവൻ എന്നുള്ള കാര്യത്തിൽ. അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് VN വാസവൻ. അപ്പോൾ ഈ VN വാസവനും മത്സരിക്കുന്ന ഏറ്റുമാനൂരും അതോടൊപ്പം തന്നെ N ജയരാജ് സാർ മത്സരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയും, ഈ രണ്ട് മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഇപ്രാവശ്യം LDF നിലനിർത്തുമോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചായ്വുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം വെച്ച് നോക്കുമ്പോൾ മധ്യ കേരളത്തിൽ LDFന് കിട്ടുന്ന രണ്ട് ഷുവർ സീറ്റുകളിൽ രണ്ടെണ്ണമാണ് കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാനൂരും നമ്മൾ വിലയിരുത്തണം. പക്ഷേ ഇതിലൊരു വിഷയമുള്ളത്, ഈ ഏറ്റുമാനൂരിൻ്റെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം കേരള കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റായിരുന്നു. ദീർഘകാലം 3 തവണ തോമസ് ചാഴികാടൻ MLA ആയിരുന്ന സ്ഥലമാണ്. അതിനുശേഷം സുരേഷ് കുറുപ്പിലൂടെയാണ് ഈ മണ്ഡലം CPM പിടിച്ചെടുക്കുന്നത്. അപ്പോൾ സുരേഷ് കുറുപ്പിലൂടെ പിടിച്ചെടുക്കും എന്ന് പറയുമ്പോൾ സുരേഷ് കുറുപ്പിന് ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഏറ്റുമാനൂരിലുണ്ടായിരുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അങ്ങനെയാണ് ഈ ഏറ്റുമാനൂർ അദ്ദേഹം 2 തവണ നിലനിർത്തുന്നത്. പക്ഷേ 3ാം ടേമിൽ അദ്ദേഹത്തിന് ഇത്രയൊക്കെ സ്വീകാര്യത ഉണ്ടായിട്ട് പോലും 3ാം ടേമിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ ആ തവണ ചർച്ചയുണ്ടായിരുന്നു ചില MLA മാർക്ക് ചില ഇളവുകളൊക്കെ കൊടുത്തുകൊണ്ട് സുരേഷ് കുറുപ്പ് തന്നെ അവിടെ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുണ്ട്. പക്ഷേ സുരേഷ് കുറുപ്പിന് കഴിഞ്ഞ തവണ ഇളവ് കൊടുത്തില്ല. VN വാസവൻ അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം VN വാസവൻ മത്സരിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീക്കറിയാവുന്ന പ്രത്യേകതയാണ്. കേരള കോൺഗ്രസ് മുന്നണി വിട്ട് LDFിലേക്ക്, UDF വിട്ട് LDFിലേക്ക് വന്ന സമയത്തുള്ളൊരു ഇലക്ഷനാണ്. യഥാർത്ഥത്തിൽ VM വാസവന് അവിടെ ഈസി ആയിട്ട് വിജയിച്ച് കയറാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഒരു മുന്നണി മാറ്റമായിരുന്നു എന്ന് നമ്മൾ ഇതിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഇത് അതേപോലെ തന്നെയാണ് നമുക്ക് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും കേരള കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള സ്ഥലമാണ്. പ്രൊഫസർ ജയരാജാണ് കുറേ കാലമായിട്ട് അവിടുന്ന് MLA ആവുന്നത്. അദ്ദേഹം മുന്നണി മാറ്റത്തിന് ശേഷവും അദ്ദേഹം അവിടുന്ന് ജയിച്ചു കയറുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഈ 2 സീറ്റും ജോസഫ് ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് നിന്ന് കോൺഗ്രസ് നേതൃത്വം വളരെ വാശി കൂടി മേടിച്ചെടുക്കുന്നു. കോൺഗ്രസ് അവിടെ മത്സരിപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ വേറൊരു സംഭവം കൂടി കണ്ടതാണ്. അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടു, അല്ലെ അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ലതിക സുഭാഷ് വളരെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തെങ്കിൽ പോലും ലതിക സുഭാഷിന് അവസാനഘട്ട സീറ്റ് നിഷേധിക്കപ്പെടുന്നു. മുടിമുറിക്കൽ ഒക്കെ നടക്കുന്നു. പിന്നീട് അവർ NCPയിലേക്കൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് അവിടെ അവർ സ്ഥാനാർത്ഥിയാവുകയും അവിടെ വലിയ കോൺഗ്രസിൽ തന്നെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കോൺഗ്രസിൽ വലിയ തർക്കങ്ങളില്ല. പക്ഷേ കേരള കോൺഗ്രസും തമ്മിൽ വലിയ അകൽച്ചയിലുമാണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ 2 സീറ്റ് വിട്ടുകൊടുക്കാൻ ആദ്യഘട്ടത്തിൽ അവർ തയ്യാറായിരുന്നില്ല. പൊളിറ്റിക്കലി അവർക്കത് വലിയ നഷ്ടമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട്. പക്ഷേ അവർക്ക് വിജയിക്കാനൊന്നും പറ്റാത്തൊരു മണ്ഡലത്തിൽ എന്തിനാണ് അവർ വാശി കൂടുന്നതെന്നുള്ള ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ അടിപതറുകയും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടത് പ്രകാരം സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണത്തെ ഒരു ഏറ്റവും വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. മധ്യ കേരളത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഒരു ജില്ലയാണല്ലോ കോട്ടയം എന്ന് പറയുന്നത്. കോട്ടയം ജില്ലയിലാണല്ലോ ഏറ്റവും കൂടുതൽ UDFന് സാധ്യതയുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പിന്നീട് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി UDFന് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മൾ കാണാതെ പോകരുത്. ഇപ്പം തോമസ് ചാഴികാടൻ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റുപോയൊരു ചരിത്രം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും UDF ചിലപ്പോൾ വിജയിച്ച് കയറാനൊക്കെ പറ്റിയേനെ. പക്ഷെ അവരുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു വെച്ചുമാറൽ ഒരിക്കലും അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ LDF സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ ഒറ്റ ഓട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഒരുപക്ഷെ അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നു ഏറ്റുമാനൂർ പരിഗണിച്ചിരുന്നു എങ്കിൽ, ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് നമുക്ക് കാണണം. അപ്പോൾ അവിടെ കേരള കോൺഗ്രസ് ഇല്ല എങ്കിൽ പോലും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് പോയി. ഇപ്പം നമുക്കറിയാം ജോസഫ് വാഴക്കനായിരുന്നു ഏറ്റുമാനൂരിൽ, ജോസഫ് വാഴക്കൻ അവിടെ പിന്നെ പോസ്റ്ററൊക്കെ അടിച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാം തയ്യാറായി ഒരു അർദ്ധരാത്രിയിലാണ് എല്ലാം അട്ടിമറിക്കപ്പെട്ടത്. അതിൻ്റെ ഒരു ക്ഷീണം ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. നാട്ടക സുരേഷിനെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാവുന്നതോടുകൂടി അവിടെ ഉണ്ടായ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പാറ്റേണിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അവിടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അപ്പം നാട്ടക സുരേഷും അതുപോലെ തന്നെ VN വാസവനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇഴവ കാൻഡിഡേറ്റാണ്. അപ്പം ആ ലെവലിൽ നമ്മൾ വെറും ജാതീയമായിട്ട് കാണേണ്ടതില്ലെങ്കിൽ പോലും ചില സാമുദായിക സമവാക്യങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ ജോസഫ് വാഴക്കനെ അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് വിഷയം. പിന്നെ നമ്മൾ ഒരിക്കലും VN വാസവനെ കുറച്ച് കാണാൻ പറ്റില്ല. അവൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ് VN വാസവൻ ഈ മന്ത്രിസഭയിലെ രണ്ടാമനാണ്. പിന്നെ മാത്രമല്ല വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ബന്ധങ്ങളുള്ള ആളാണ്. പിന്നെ നല്ല തന്ത്രജ്ഞനാണ്, രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നതിനെ കുറിച്ച് വളരെ വ്യക്തതയുള്ള ഒരു നേതാവ് കൂടിയാണ്. VN വാസവൻ വീണ്ടും അവിടെ മത്സരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റുമാനൂരിൽ പാർട്ടിക്ക് ഒരു സീറ്റ്, ആകെയുള്ള ഒരു സീറ്റാണ്, ആ സീറ്റ് നിലനിർത്താൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് മധ്യ കേരളത്തിലെ CPM ഏറ്റവും വലിയൊരു മുഖമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഖമാണ്, അത് നമ്പർ 1 ഫേസ് ആണ് VN വാസവൻ്റേത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സുരേഷ് കുറുപ്പിനെ പോലെയുള്ള അതികായകന്മാരായിട്ടുള്ള സഖാക്കന്മാർ അവിടെ ഉണ്ട് എന്നിരിക്കെ തന്നെയും VN വാസവനാണ് മധ്യ കേരളത്തിലെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് എൻ ജയരാജ് സാറിനെ പോലെയുള്ള ഒരാളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറ്റിയൊരു സ്ഥാനാർത്ഥിയൊന്നുമല്ല ഇപ്രാവശ്യം കാഞ്ഞിരപ്പള്ളിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ജയരാജ് സാറിന് ജാതിയില്ല, മതമില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സഭയ്ക്കകത്തും പള്ളിക്കകത്തും ഈ ജയരാജ് സാറിനോട് വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത്. തിരിച്ച് ആ ബഹുമാനം നൽകാനായിട്ടും ഈ ജയരാജ് സാറിന് സാധിക്കുന്നുണ്ട് എന്നുള്ളിടത്ത് തന്നെയാണ് ജയരാജ് എന്ന് പറയുന്ന MLA വിജയം എന്ന് പറയുന്നത്. ഇപ്രാവശ്യം അദ്ദേഹം ചീഫ് വിപ്പാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നാലാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വീണ്ടും MLA ആയിട്ട് അഞ്ചാമത്തെ ടൈമിലേക്കാണ് ഇപ്പോൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു സമയത്തും അദ്ദേഹത്തിന് വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അവിടെ LDF തന്നെയാണ് മുൻതൂക്കം ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റുമാനൂരിൽ UDF മുൻതൂക്കം ഉണ്ട്. എങ്കിൽ തന്നെയും സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിനകത്ത് വരപ്പെട്ടിട്ടുള്ള അതിരമ്പുഴ ഡിവിഷൻ ഇപ്രാവശ്യം LDF പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ജിം എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ്സുകാരനായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോവുകയും എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിക്കുകയും കേരള കോൺഗ്രസ് ജോസഫിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജെയ്സനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ജെയ്സന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജെയ്സനാണ് ഏറ്റുമാനൂർ സ്ഥാനാർത്ഥിയാവേണ്ടിയിരുന്നത്. ഈ കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്തും ഉണ്ടായിട്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് അത് താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പല ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിൽ വന്നില്ല എങ്കിൽ വന്നില്ല എന്നേ ഉള്ളൂ, ജയിച്ചില്ലെങ്കിൽ ജയിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ കോൺഗ്രസ് തങ്ങൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. ഇത് ഏറ്റുമാനൂരിൽ മാത്രമല്ല ഈ അവസ്ഥയുള്ളത്, ഇത് തൊടുപുഴയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അവസ്ഥ. വരും ദിവസങ്ങൾ നമുക്ക് തൊടുപുഴയ്ക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നിരിക്കുന്നു. ഏതൊക്കെയാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. കാരണം കോട്ടയം ജില്ലയിലെ എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത്. ആ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായിട്ട് തന്നെയാണ് കാഞ്ഞിരപ്പള്ളിയും അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരും കോൺഗ്രസിനൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോട്ടയം ജില്ലയിലെ മറ്റു പല മണ്ഡലങ്ങളിലും LDF ഒരു മേൽക്കൈയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കി കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.